പാമോലിൻ കേസോടുകൂടിയാണ് ഉമ്മൻചാണ്ടി എല്ലാത്തിനും തുടക്കം കുറിച്ചത്. അന്ന് പാകിസ്ഥാൻ ചാരനാക്കി വിജിലൻസ് ജഡ്ജിനെ ഓടിക്കുകയും മുഖ്യമന്ത്രിയെ രക്ഷിക്കുകയും ചെയ്ത PC ജോർജിനും ഈ ടൈറ്റാനിയം കാലത്ത് പല പരിവർത്തനങ്ങളും ഉണ്ടായി. അതുകൊണ്ട് ഇനി അത്തരം വേലകൾക്ക് ജോർജ് ഇറങ്ങുമോ എന്ന് കണ്ടറിയണം. സോളാറും കടന്ന് ബാർ വഴി ടൈറ്റാനിയത്തിൽ എത്തി നിൽക്കുന്ന സർക്കാരിനെ കുറിച്ച് PCക്ക് വലിയ താല്പര്യമാണ്. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് അത്തർ വിൽപ്പനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഏർപ്പാടാണത്രേ നടക്കുന്നത്. ഏത് വിധിയും തിരിച്ചടിയാണ്. ഇപ്പോൾ സത്യത്തിൽ ഞാനതല്ലേ പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗവൺമെൻറ് ഇപ്പോൾ മാലിന്യ കൂമ്പാരത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുക. എന്നിട്ട് ഞങ്ങളിപ്പോൾ അത്തർ കച്ചവടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? എന്ത് ചെയ്യാൻ പറ്റും? അത്തറിൻ്റെ നന്മ പ്രസംഗിക്കുക ഞങ്ങൾ, പക്ഷെ നിൽക്കുന്നത് മാലിന്യ കൂമ്പാരത്തിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാനല്ലല്ലോ ചെയ്യുന്നത്, എന്നോടൊന്നും പറയണ്ട. ഞാൻ ഇതിനകത്തൊരു പാവം ഇല്ലേ, നമ്മളൊന്നുമില്ല. നമ്മളിങ്ങനെ പാവങ്ങൾ, അധ്വാന വർഗം, ACDF, അഴിമതി നികുതി, ഇതൊക്കെ ഇങ്ങനെ നടക്കുക. രാജ്യം മുഴുവൻ ഓടി നടന്ന് ആരോഗ്യം കളയുക, അത് തന്നെ നമ്മുടെ മിച്ചം. നമുക്കത് മതി, ഒന്നും വേണ്ടതാണ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗവൺമെൻറ് ഇപ്പോൾ മാലിന്യ കൂമ്പാരത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുക. ഈ പറയുന്നതിന് എന്നെ മറുപടി പറയാൻ ഒക്കത്തില്ല. മാലിന്യ കൂമ്പാരത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുക. എന്നിട്ട് ഞങ്ങളിപ്പോൾ അത്തർ കച്ചവടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അവരോടൊക്കെ ചോദിക്കാം. ഞാൻ ഒരാൾക്ക് ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ PC ജോർജിനെ കണ്ണിൽ പിടിക്കുന്നേയില്ല. അത്തർ വിറ്റ് ഒരു വഴിക്കായതിന്റെ സങ്കടത്തിലാണ് താനും ചീഫ് വിപ്പ്. സർക്കാരിന്റെ സംഭാവനയായി ഇനിയും അത്തറും ഗന്ധവും നാടുനീളെ പരക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടാം. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.